ഈ പ്രാവശ്യത്തെ കുഞ്ഞിപ്ലാവിലെ ചക്ക കൊയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനും സമയം കൂടി വന്നിരിക്കുന്നത്. നല്ല മൂത്ത് കിടക്കുകയാണ്. ഇതിനാരോ വന്ന് കൊത്തിയിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് മൂപ്പ് എത്തിയിട്ടുള്ളതാണെന്ന്. നോമ്പിൻ്റെ മുന്നേ തന്നെ ഒരു പഴുത്ത ചക്ക തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ ചക്ക. വീട്ടിൽ കൂടി എൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ചെറിയ കുഞ്ഞി തൈ വാങ്ങിക്കൊണ്ട് തന്ന കേട്ടോ ഇസ്മാൽക്ക. അന്നേരം തന്നെ ഇത് കുഴിച്ചിട്ടു. പിന്നെ 3 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇതിൽ ചക്ക ഉണ്ടായത്. ഈ ചക്ക നമ്മുടെ സാധാ ചക്കയല്ല കേട്ടോ. ഈ ചക്കയ്ക്ക് എന്തോ ഒരു പേരും കൂടിയുണ്ട്. ഇത് പഴുത്താൽ നല്ല ഓറഞ്ച് കളറായിരിക്കും കേട്ടോ ഇതിൻ്റെ ചുള ഉണ്ടാവുക. ഇതിന് നല്ല മധുരം അതുപോലെ തന്നെ നല്ല മണമാണ് കേട്ടോ. ഇത് പഴുത്താൽ ഇതിൻ്റെ തോട് ഞെങ്ങൂല. അപ്പോൾ നമ്മൾ ഇത് മുറിച്ച് വെച്ചിട്ട് വേണം പഴുപ്പിക്കാൻ. കാരണം ഇത് പഴുത്തതാണോ അല്ലയോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. മുറിച്ച് നോക്കിയാൽ ഇതുപോലെ നല്ല ഓറഞ്ച് കളറിലായിട്ടുള്ള ചുള കാണാം. ഇതിന് മുന്നേ മരത്തിൽ തന്നെ പഴുത്തിട്ട് മണത്തിട്ടാണ് ഞാൻ അറിഞ്ഞത് ഇത് പഴുത്താണ്. പക്ഷേ നമുക്ക് കണ്ടാൽ മനസ്സിലാവേ ഇല്ല ഇത് പഴുത്തതാണെന്ന്. നമ്മൾ ഇതുപോലെ തൈകളൊക്കെ വീട്ടിൽ കുഴിച്ചിടുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒട്ടുണ്ടല്ലോ, ഒട്ട് പ്ലാവ്, ഒട്ട് മാവ് അങ്ങനത്തെ ഒക്കെ കുഴിച്ചിട്ടാൽ നമുക്കിതുപോലെ പെട്ടെന്ന് തന്നെ ഉണ്ടായിട്ട് കഴിക്കാൻ പറ്റും.